കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സൗരസൗരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വചനത്തെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഈ വചനം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ അറിയാം എന്ന് പറയുകയാണ്. അപ്പോൾ രണ്ട് തരം മക്കളുണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞു. ഒന്ന് ദൈവത്തിൻ്റെ മക്കളും മറ്റൊന്ന് പിശാചിൻ്റെ മക്കളും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവത്തിൻ്റെ മക്കളും വീണ്ടും ജനിക്കാത്തവരെല്ലാം ഈ ലോകത്തിൻ്റെ മക്കൾ അഥവാ പിശാചിൻ്റെ മക്കളാണ്. അവരെ പിശാചിൻ്റെ മക്കൾ എന്ന് പറയാൻ കാരണം, ഈ ലോകത്തിൻ്റെ അധിപൻ പിശാചായതുകൊണ്ടും പിശാചിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ടുമാണ് അവരെ പിശാചിൻ്റെ മക്കളെന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ടും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നത് കൊണ്ടും അവരെ ദൈവമക്കളെന്ന് പറയുന്നു. അങ്ങനെ ദൈവമക്കളും പിശാചിൻ്റെ മക്കളും എന്ന് പറയുന്ന രണ്ട് വിഭാഗം ജനങ്ങൾ മാത്രമേ ലോകത്തിലുള്ളൂ. അപ്പോൾ അതിൽ ഈ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവർ, പെന്തക്കോസ്തുകാരെ പോലെയുള്ള വേർപെട്ട സഭകളിലുള്ളവർ, അവരുടെ മീറ്റിങ്ങുകളോ സമ്മേളനങ്ങളോ യോഗങ്ങളോ ഒക്കെ ക്രമീകരിക്കുന്ന പല സന്ദർഭങ്ങളിലും പെന്തക്കോസ്തുകാരുടെ മീറ്റിങ്ങിൽ ജില്ലാ സമ്മേളനത്തിലോ സംസ്ഥാന സമ്മേളനത്തിലോ അല്ലെങ്കിൽ വാർഷിക ആഘോഷത്തിലൊക്കെ സംബന്ധിക്കുവാനായി രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്ത സമൂഹത്തിൽ മാന്യമായി അധികാരസ്ഥന്മാരായി ജീവിക്കുന്നവരെ വിളിച്ച് ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഞാനിങ്ങനെ പറയാം. പെന്തക്കോസ്തുകാരുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് പെന്തക്കോസ്തുകാരനല്ലാത്ത വീണ്ടും ജനിക്കാത്ത ദൈവമക്കളല്ലാത്ത അധികാരസ്ഥന്മാരെ, ഒരുപക്ഷെ മന്ത്രിയെയോ എംഎൽഎയോ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയോ ഒക്കെ വിളിച്ച് ദൈവമക്കളുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ പിശാചിൻ്റെ മക്കളെ വിളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കുറേ കാലങ്ങളായി ഇത് ശ്രദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഞാനിത് പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ദൈവമക്കൾ പിശാചിൻ്റെ മക്കളുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനാധാരമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഞാൻ ആദ്യം വായിക്കാം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ ലോകം നിങ്ങളെ പകയ്ക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് യേശു പറഞ്ഞിങ്ങനെയാണ്: ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട്. അപ്പോൾ ഒരു കാലത്ത് ലോകത്തിലായിരുന്ന, ലോകപ്രകാരം ജീവിച്ചിരുന്ന, ലോകമക്കളോട് കൂടെ കൂട്ടുകൂടിയിരുന്ന ആ ജനത്തെ കർത്താവ് തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരാക്കി തീർത്തു. അപ്പോൾ അവർക്ക് പിന്നീട് ലോകക്കാരായിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് അവർ ലോകക്കാരെ പോലെ ലോകക്കാരായിരിക്കാതെ അവർ ജീവിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പോൾ ലോകം നിങ്ങളെ പകയ്ക്കുന്നില്ലെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ലോകത്തിലുള്ളവർ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ ലോകത്തിലുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ലോകം പകയ്ക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ലോകം നിങ്ങളെ പകയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ശിഷ്യ സമൂഹത്തിലെ ഒരംഗമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം യേശുക്രിസ്തു പറഞ്ഞെങ്ങനെയാണ്, ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കും.
അപ്പോൾ ലോകം ഒരു സഹോദരനെയോ സഹോദരിയെയോ സ്നേഹിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സഹോദരിയോ സഹോദരനോ ലോകക്കാരെ പോലെ ലോകത്തോട് ചേർന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ലോകത്തിൽ നിന്ന് യേശുക്രിസ്തു നമ്മെ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധ ജനമാക്കി ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തിയ ജനം പിന്നെ ലോകക്കാരെ പോലെ ജീവിക്കാത്തത് കൊണ്ട് ലോകം അവരെ പകയ്ക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഞാൻ 18-ാം വാക്യം വായിക്കാം. യോഹന്നാൻ 15:18. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ലോകം നിങ്ങളെ പകയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ലോകം എന്നെ പകച്ചു എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പകച്ച അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വെറുത്ത ഈ ലോകത്തിലാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായി നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. യേശുക്രിസ്തു പ്രാർത്ഥനയിൽ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ ഈ ലോകം പകച്ചു, ലോകം വെറുത്തു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന, യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ച് വിശുദ്ധ ജനമാക്കി മാറ്റി നിർത്തിയിരിക്കുന്ന നമ്മെപ്പോലെയുള്ള വിശുദ്ധന്മാരെയും ഈ ലോകം പകയ്ക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? യേശുവിനെ പകയ്ക്കുവാനുള്ള കാരണം യേശു പറഞ്ഞത് ഇതാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളെ പകയ്ക്കുവാൻ ലോകത്തിന് കഴിയുന്നതല്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ യേശുക്രിസ്തുവിനോട് പറയുകയാണ്, നീ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പെരുന്നാൾക്ക് പോകാൻ പറയുവാണ്. യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളുണ്ട്, ആ പെരുന്നാളിലേക്ക് നീ നീ പ്രസിദ്ധനാവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ചെല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവരോട് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളെ പകയ്ക്കുവാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണ് എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. യേശുക്രിസ്തു സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങളെ പകയ്ക്കാൻ ലോകത്തിന് കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ലോകത്തിൻ്റെ മക്കളാണ്. പക്ഷേ ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണെന്ന് ഞാൻ ലോകത്തോട് പറയുന്നത് കൊണ്ട് ലോകം എന്നെ പകയ്ക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ യേശുവിനെ ലോകം പകയ്ക്കുവാനുള്ള കാരണം ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ദുഷ്പ്രവൃത്തികളും ദോഷപ്രവൃത്തികളുമാണ്. അപ്പോൾ ദോഷപ്രവൃത്തികളും ദുഷ്പ്രവൃത്തികളും ചെയ്യുന്ന ഈ ലോകത്തോട് നിങ്ങളുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാണെന്ന് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് യേശുക്രിസ്തു മതഭക്തന്മാരായ മതനേതാക്കന്മാരായ ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും നിങ്ങളുടെ പഠിപ്പിക്കലുകളും നിങ്ങളുടെ ഭക്തിയും കപടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ലോകം യേശുവിനെ പകച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലോകം യേശുവിനെ പകച്ച ഈ ലോകത്തിലാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ഈ ലോകത്തിൽ ദുഷ്ടൻ തൊടാതെ വണ്ണം നിങ്ങളെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നതെന്ന് യേശു പ്രാർത്ഥനയിൽ പറഞ്ഞു. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം, യേശുക്രിസ്തുവിൻ്റെ പക്ഷത്തേക്ക് വന്നത് നിമിത്തം, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചത് നിമിത്തം, യേശുക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കുവാനായി തീരുമാനിച്ചത് നിമിത്തം ഈ ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ, ഈ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വിശുദ്ധനാണ്. മറിച്ച് ഈ ലോകത്തോട് തോളോട് തോള് ചേർന്ന് ഈ ലോകക്കാരുടെ തോളത്ത് കൈയിട്ട് ദൈവമക്കളുടെ പരിപാടികളിൽ ലോകക്കാരെ സംബന്ധിപ്പിച്ചും ലോകക്കാരുടെ പരിപാടികളിൽ ദൈവമക്കൾ സംബന്ധിച്ചും ലോകത്തിൻ്റെ സ്നേഹിതന്മാരായി ജീവിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലൗകികന്മാരാണ്, നിങ്ങൾ ലൗകികന്മാരാണ്. യേശുക്രിസ്തു പറഞ്ഞു,
പിതാവിൻ്റെ പ്രാർത്ഥനയിൽ, പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. യേശുക്രിസ്തു പിതാവിനോട് പറയുകയാണ്, അതിൻ്റെ 14-ാം വാക്യം, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. അപ്പോൾ യേശുക്രിസ്തു ലൗകികനല്ല, അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ലൗകികരല്ല. അപ്പോൾ ലൗകികരല്ലാത്തത് കൊണ്ട് ഈ ലോകം ശിഷ്യന്മാരെയും യേശുക്രിസ്തുവിനെയും പകച്ചു എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ എൻ്റെ ശിഷ്യന്മാരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ലോകം നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടും നിങ്ങളെ വെറുക്കുന്ന ലോകത്താണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരു വിശുദ്ധനാണ്. എന്നാൽ ലോകം നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ തികച്ചും ലൗകികനായ മനുഷ്യനാണ്. ഈ ലോകത്തിൻ്റെ മക്കളോട് ചേർന്ന് ഈ ലോകത്തിൻ്റെ അധിപനായിരിക്കുന്ന പിശാചിൻ്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അടിമപ്പെട്ടുകൊണ്ട് ലോകമക്കളെ പോലെ ജീവിക്കുന്ന നിങ്ങൾ തികച്ചും ലൗകികന്മാരാണ്. അപ്പോൾ ലൗകികന്മാരായി ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അപ്പം ലോകം വെറുത്ത് യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ ധൈര്യം കാണിക്കുന്ന ഏതൊരു വിശുദ്ധനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവനും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവനുമാണ്. ഒരിക്കലും നമ്മളിങ്ങനെ പാട്ട് പാടിയിട്ടുണ്ട്, ആ പാട്ടൊന്നും ഇന്നത്തെ കാലത്ത് കേൾക്കാനില്ല. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഈ പാട്ടൊന്നും ഇന്ന് ആരും പാടുന്നില്ല. അപ്പോൾ കാരണം എന്താണെന്നറിയോ? ഇന്ന് ലോകം വിശ്വാസികളെ വെറുക്കുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം ലോകത്തോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ലോകക്കാരാണെങ്കിൽ ലോകം നമ്മളെ സ്നേഹിക്കും. നമ്മൾ ലോകത്തെ സ്നേഹിക്കുകയാണെങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ എന്ന് പറയുന്നറിയോ, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളുടെ ജീവിതക്രമം അനുസരിച്ച് കർത്താവ് ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് തനിക്ക് വേണ്ടി വിശുദ്ധ വംശമാക്കി നിർത്തിയിരിക്കുന്ന ദൈവമക്കൾ ലോകത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഇനി ജീവിക്കരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ലോകം നമ്മളെ പകയ്ക്കും, അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. നിങ്ങളെ പകയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ലൗകികന്മാരാണ്. അപ്പം ലോകം പകയ്ക്കുന്നു എന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാഗൽഭ്യമുള്ള ദൈവമകനാണ്, ദൈവമകളാണ്. ലോകം നിങ്ങളെ പകയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തികച്ചും ലൗകികന്മാരാണ്. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇത്ര ഗൗരവതരമായി നമ്മളോട് പറഞ്ഞതുപോലെ, കർത്താവ് പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചതുപോലെ, യേശുക്രിസ്തു ലൗകികനല്ലാത്തതുപോലെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ലൗകികന്മാരല്ല. അതുകൊണ്ട് ലോകം അവരെ പകച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാനിങ്ങനെ പറയാം, സൗരന്മാരെ, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ, യേശുക്രിസ്തുവിനെ അനുഗമിച്ചതിൻ്റെ പേരിൽ, യേശുക്രിസ്തുവിനെ സാക്ഷിച്ചതിൻ്റെ പേരിൽ ഈ ലോകം നിങ്ങളെ നിന്ദിക്കുകയും പഴിക്കുകയും വെറുക്കുകയും പകയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആത്മീയനാണ്, വിശുദ്ധനാണ്. മറിച്ച് ലോകം നിങ്ങളെ പകയ്ക്കുന്നില്ല, ലോകം നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ ലോകത്തോട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ, യേശുക്രിസ്തു പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തികച്ചും ലൗകികന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരന്മാരെ, കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഈ ലോകത്തിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളതാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ദോഷമുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഈ ലൗകികമായ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരോടുകൂടെ ജീവിച്ച് അവരുടെ സ്നേഹിതന്മാരാകാതെ ഈ ലോകത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത്, ലോകം വെറുത്ത യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത്
ലോകത്തിൻ്റെ വെറുപ്പ് സഹിച്ച് നിൽക്കുവാൻ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.